ഇന്ന് വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 32 മാച്ചസ് തുടങ്ങണം. അപ്പം ഇന്ന് നമ്മുടെ ബ്രസീലിൻ്റെ കളിയുണ്ട്, കളി കാണാൻ പോവാണ്. അതുൽ പറങ്കി എത്തിയിട്ടുണ്ട്. ഇന്ന് ആരെയായിരിക്കും? ബ്രസീൽ. നമ്മൾ കൂട്ടാൻ്റെ പണ്ടത്തെ ഒരു വീട്ടിലിരുന്നാണ് കളി കാണുന്നത്. വിഷമം എന്താണെന്ന് വെച്ചാൽ അവൻ ഇവിടെ ഇല്ല, അവൻ ഗൾഫിൽ പോയിക്കാണ്. അപ്പം നമുക്ക് വീടൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് തന്നു. ഈ പ്രൊജക്ടറിലാണ് നമ്മൾ കളി കാണുന്നത്. ഇത് സെബ്രോണിക്സിൻ്റെ നല്ലൊരു പ്രൊജക്ടറാണ്, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കളി കാണുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിനേക്കാളും കൂടുതലാണ് നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കളി കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം. നാട്ടിലില്ലാത്ത പ്രവാസികൾ ഇത് എന്തായാലും മിസ് ചെയ്യണ്ടാവും. അർജന്റീനയുടെ ഒറ്റയാൾ പോരാളിയാണ് ഇവൻ. യൂറോപ്പിലെ വമ്പന്മാർക്ക് പോലും ജപ്പാനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതായിരുന്നു ശരിക്കും കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉള്ള പേടി. അങ്ങനെ വിചാരിച്ചതുപോലെ തന്നെ ജപ്പാൻ നമ്മുടെ നെഞ്ചത്തേക്ക് ഒരു തോളയം കിട്ടു. കണ്ടോ അർജന്റീന ഫാൻ്റെ സന്തോഷം കണ്ടോ? അവന്റെ സന്തോഷം ഒന്നും അധികം നേരം നിന്നില്ല. സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും നമ്മൾ ഇട്ടില്ല തിരിച്ച്. 90-ാം മിനിറ്റിൽ ജപ്പാന്റെ നെഞ്ചത്തേക്ക് അടിച്ചു കൊടുത്തു വെടിയുണ്ട. എല്ലാരും കൂടി വീടങ്ങോട്ട് തല കുത്തി വെച്ചു. ഒടുക്കത്തെ ആഘോഷമായിരുന്നു. ഫൈനൽ വിസിലടിച്ചു. നമ്മളങ്ങോട്ട് കളി ജയിച്ചു. നമ്മളാരോടും വാദിക്കാനോ ജയിക്കാനോ കപ്പെടുക്കുമെന്ന് പറയല്ല. പക്ഷെ നമ്മൾ നമ്മുടെ കോച്ചിലൊരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്, സാക്ഷാൽ ഡോൺ കാർലോ. പുറമെ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല സങ്കടമെന്ന് കണ്ടാൽ നമുക്കറിയാം. പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കട്ടോ. അപ്പം എല്ലാവർക്കും ശുഭദിനം.